ഇന്ന് നമ്മൾ മോശയുടെ ന്യായപ്രമാണങ്ങൾ, ലോ കോഡ് ഓഫ് മോസസ് അഥവാ മൂസാ നബിയുടെ ശരിയ നിയമങ്ങൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ദൈവം മോശയ്ക്ക് ആദ്യം നൽകിയിട്ടുള്ള 10 കൽപ്പനകൾ അത് അക്രൈസ്തവർക്കും എല്ലാവർക്കും ഒരുവിധം അറിയാം. എന്താണ് 10 കൽപ്പനകൾ? അത് 1-ാം പ്രമാണം, 2-ാം പ്രമാണം, 6-ാം പ്രമാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാം. എന്നിരുന്നാലും അത് ഞാൻ ആദ്യമായിട്ടൊന്ന് പെട്ടെന്ന് ഓടിച്ചു വായിക്കാം. അതിന് ശേഷം തുടർന്ന് ഉള്ള നിയമത്തിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് 10 കൽപ്പനകൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ബൈബിളിൽ പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ആദ്യം വായിക്കണം. അപ്പോൾ വായിച്ച് നോക്കിയാൽ ഈ പറയുന്നതായ മോസസ് ലോ കോഡ് നമുക്ക് കാണാൻ കഴിയും. മോസസിൻ്റെ സിവിലും ക്രിമിനലുമായിട്ടുള്ള സിവിൽ ക്രിമിനൽ കോഡ്സ് നമുക്ക് കാണാം. സിവിൽ കോഡും അതുപോലെ തന്നെ ക്രിമിനൽ കോഡും നമുക്ക് കാണാൻ കഴിയും. അതാണ് ഞാനിവിടെ ഇന്ന് നമുക്ക് പ്രതിപാദിക്കാൻ പോകുന്നത്. തുടർച്ച ഇത് കുറേ അധികമുണ്ട്. അത് നമുക്ക് 1, 2, 3 പാർട്സായിട്ട് നമുക്ക് ആലോചിക്കാം. അപ്പോൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 14 വരെയും, അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 5-6 അധ്യായം 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെയും നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്തായാലും നമുക്ക് മോശയുടെ ലോ കോഡിലേക്ക് കിടക്കാം. 1, യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. 2, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്, വിഗ്രഹമുണ്ടാകരുത്, യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്, അവയെ നമസ്കരിക്കുകയും അരുത്, സേവിക്കുകയും അരുത്. ഇനി അടുത്തത്, ദൈവനാമം വൃഥ ഉപയോഗിക്കരുത്. അടുത്തത്, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക. 6 ദിവസം വേല ചെയ്യുക. 7-ാം ദിവസം നീയും നിന്റെ പുത്രനും പുത്രിയും വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും പടിവാതിൽക്കലുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സംഭവം, അതായത് 6 ദിവസം വേല ചെയ്യുക, 7-ാം ദിവസം നീയും നിന്റെ പുത്രനും പുത്രിയും വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും പടിവാതിൽക്കലുള്ള പരദേശിയും പോലും ഒരു വേലയും ചെയ്യരുത്. പക്ഷെ ഇവിടെ സ്വന്തം ഭാര്യയെക്കുറിച്ച് ഇതിൽ പറയുന്നില്ലല്ലോ. നീയും നിന്റെ ഭാര്യ എന്ന് പറയണ്ടേ? അത് പറയുന്നില്ല. അപ്പോൾ ഭാര്യയ്ക്ക് വിശ്രമം ഇല്ലെന്നാണോ അതിൻ്റെ അർത്ഥം? അവർക്ക് ഈ ശബത്ത് ആചരിക്കേണ്ട ആവശ്യമില്ലയോ? എന്താണ് അതിൻ്റെ അർത്ഥം? എന്തായാലും ശരി, ഭാര്യയെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. അത് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അടുത്തത്, കൊല ചെയ്യരുത്. അടുത്തത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതിയെയും കൂട്ടുകാരൻ്റെ യാതൊന്നിനെയും മോഹിക്കരുത്. അപ്പോൾ ഇതാണ് 10 കൽപ്പന എന്ന് പറയുന്നത്, 10 കമൻമെൻറ്റ്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇത് ആക്റ്റാണ്. സത്യത്തിൽ നമ്മൾ ആദ്യം ഒരു നിയമം സൃഷ്ടിക്കുമ്പോൾ അതിനൊരു ആക്റ്റ് ഉണ്ടാവും. ഈ ആക്റ്റിൻ്റെ പ്രവർത്തനം എങ്ങനെ നടത്തണം, ഈ ആക്ട് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതിലാണ് റൂൾസ്. ആ റൂൾസ് നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇത് അതിൻ്റെ ആക്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ മോശയുടെ സിവിൽ കോഡ് ക്രിമിനൽ കോഡുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഓരോന്നായി നമുക്ക് നോക്കാം. 1, ദൈവം പറഞ്ഞത്, ദൈവത്തിൻ്റെ മണ്ണ് കൊണ്ടൊരു യാഗപീഠം പണിയണം. അതിന്മേൽ ഹോമയാഗം, സമാധാനയാഗം, പാപപരിഹാരയാഗം നടത്തണം. അതിനായി ആടുകളെയും കന്നുകാലികളെയും പ്രാവുകളെയും അർപ്പിക്കണം. അപ്പോൾ ഇതാണ്. അപ്പോൾ ദൈവത്തെ നാം പ്രസാദിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യാഗം നടത്തണം.
ഇപ്പോൾ യാഗത്തിനുള്ളതായ മൃഗങ്ങൾ ആണ് ഇവിടെ പറഞ്ഞത്. യാഗത്തിന് കന്നുകാലികൾ, അതായത് ആട്, മാട്, അതുപോലെ തന്നെ കാള, ഇതിനൊന്നും കഴിയാത്ത പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് 2 പ്രാക്കുഞ്ഞുങ്ങൾ മതി. അവയെ യാഗം കഴിക്കണം എന്നാണ് പറയുന്നത്. ഇനി അടിമകളെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഒരു എബ്രായദാസനെ വിലക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവനെ സ്വതന്ത്രമായി വിട്ടേക്കണം. അപ്പോൾ ഒരു എബ്രായദാസനെ കാശുള്ളവർ, ജീവിക്കാൻ മാർഗമുള്ളവരായ വലിയ വലിയ പ്രഭുക്കന്മാരും അതുപോലെ തന്നെ സമ്പന്നരൊക്കെ തന്നെ ആയിട്ടുള്ള ആൾക്കാർ ഒരു എബ്രായനെ ദാസനായി വിലക്ക് വാങ്ങാം. അങ്ങനെ അവനെ എടുത്തു കഴിഞ്ഞാൽ 6 വർഷം അവൻ ഈ യജമാനൻ്റെ കൂടെ, യജമാനൻ്റെ കീഴിൽ ജോലി ചെയ്യണം. 7-ാം വർഷം അവനെ എന്ത് ചെയ്യണം? സ്വതന്ത്രനായി വിട്ടേക്കണം. അവന് ഭാര്യ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഭാര്യയെയും അവൻ്റെ കൂടെ സ്വതന്ത്രമായി വിട്ടേക്കണം. എന്നാൽ അടിമയുടെ ഭാര്യ യജമാനൻ്റെ ഭാര്യ ആയിരുന്നു എങ്കിൽ, അതുപോലെ തന്നെ അവളിൽ കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവളും മക്കളും യജമാനനോട് കൂടെ തന്നെ നിൽക്കണം. അവർക്ക് യജമാനൻ്റെ മറ്റു മക്കളുടെ എല്ലാ വിധത്തിലായ അവകാശങ്ങളും നൽകുന്നതാണ്. അവൻ ഏകനായി പോകണം. എന്നാൽ ഈ ദാസൻ സ്വതന്ത്രനായി പോകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവനെ ദൈവസന്നിധിയിൽ കൊണ്ടുചെന്ന് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തി തുളിക്കണം. പിന്നെ അവൻ മരണം വരെ ആ യജമാനൻ്റെ ദാസനായിരിക്കും. അപ്പൻ തൻ്റെ പുത്രിയെ ദാസിയായി വിറ്റാൽ, ഒരാൾ തൻ്റെ പുത്രിയെ ദാസിയായി വിറ്റാൽ അവൾ ദാസന്മാർ പോയതുപോലെ പോകരുത്. അവളെ ചതിച്ചുകൊണ്ട് മറ്റൊരുവന് വിൽക്കുവാനും പാടില്ല. യജമാനൻ അവളെ സംരക്ഷിക്കണം. അപ്പോൾ അതാണ്, അപ്പൻ തൻ്റെ പുത്രിയെ ഒരാൾക്ക് ദാസിയായി വിറ്റാൽ, അങ്ങനെ ഒരു സംഭവം ഈ യഹൂദമതത്തിലുണ്ട്. അവൾ മറ്റ് ദാസന്മാർ പോയതുപോലെ 6 വർഷം ജോലി ചെയ്ത് 7-ാം വർഷം ഫ്രീ ആയിട്ട് പോകാൻ പാടില്ല. അവളെ ആരെങ്കിലും ചതിക്കുകയോ അതുപോലെ തന്നെ വഞ്ചിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യും എന്നുള്ളത് കൊണ്ട് അങ്ങനെ പാടില്ല. അതുപോലെ തന്നെ അവളെ വേറൊരാൾക്ക് വിൽക്കാനും പാടില്ല. യജമാനൻ തന്നെ അവളെ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഒരു ദാസിയെയോ ദാസിയുടെ പുത്രിയെയോ യജമാനൻ്റെ മകൻ്റെ ഭാര്യ ആയിരിക്കാൻ ഒരു തടസ്സവുമില്ല. അതായത് ഒരു ദാസിയുടെ പുത്രിയെ യജമാനൻ്റെ മകൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം കഴിച്ചു കൊടുക്കാം. അതിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെ പുത്ര വിവാഹം കഴിക്കുന്ന അടിമ സ്ത്രീക്കും തൻ്റെ പുത്രിമാരുടെ ന്യായത്തിന് തക്കവണ്ണം സർവ്വ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നൽകണം. അടുത്ത കൊലപാതകം സംബന്ധിച്ച കൽപ്പനയാണ്. ഒരു മനുഷ്യനെ അടിച്ച് കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അബദ്ധവശാൽ സംഭവിച്ചതാണെങ്കിൽ കൊലയാളി സ്വദേശം വിട്ടു പോകണം. അതായത് നമ്മളെ കൈപ്പിഴ പറ്റിപ്പോവുക, അല്ലെങ്കിൽ നമ്മൾ ഉന്നം വെച്ച് തെറ്റിപ്പോവുക, അല്ലെങ്കിൽ കാണാതെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു ഒരു കാട്ടിലേക്ക്, ആ കാട്ടിൽ അവിടെ ഒരാളുണ്ടായിരിക്കാം, അയാൾ ആ കല്ല് കൊണ്ട് വീണ് മരിച്ചെങ്കിൽ അതിന് യാതൊരു ശിക്ഷയുമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സ്വദേശം വിട്ടുപോയി കളണം, അവിടെ നിൽക്കാൻ പാടില്ല. അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അപ്പനെയും അമ്മയെയും ശപിക്കുന്നവർ അവർ മരണശിക്ഷ അനുഭവിക്കണം. മോഷണം നടത്തി ആ വസ്തു വിൽക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. അടുത്തത്, മനുഷ്യർ തമ്മിൽ ശണ്ട കൂടിയിട്ട് കല്ലുകൊണ്ടോ മുഷ്ടി കൊണ്ടോ പ്രഹരിച്ച് അവൻ മരിക്കാതെ കിടപ്പിലാകുകയും പിന്നെ എഴുന്നേറ്റ് വടിയൊന്ന് നടക്കുകയും ചെയ്താൽ മർദ്ദിച്ചവനെ ശിക്ഷിക്കരുത്. എന്നാൽ അവശത അനുഭവിച്ച് കിടപ്പിലായ മർദ്ദിതനെ മർദ്ദകൻ ചികിത്സിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യണം. ഒരു ദാസനെയോ ദാസിയെയോ മർദ്ദിച്ച് മരണപ്രായമാക്കിയാൽ മർദ്ദകനെ ശിക്ഷിക്കണം. മർദ്ദിതൻ മരിച്ചില്ലെങ്കിൽ ശിക്ഷിക്കരുത്. കാരണം ദാസൻ അവൻ്റെ മുതലാണല്ലോ, യജമാനൻ വിലക്ക് വാങ്ങിയ മുതലാണ് ഈ ദാസൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത്, മനുഷ്യർ തമ്മിൽ ശണ്ട കൂടിയിട്ട് ഗർഭിണിയായ ഒരു സ്ത്രീയെ പ്രഹരമേൽപ്പിച്ചിട്ട് ഗർഭം അലസിയാൽ അവളുടെ ഭർത്താവ് ചുമത്തുന്ന പിഴ കൊടുക്കുവാൻ ഈ പ്രഹരിച്ചവൻ ബാധ്യസ്ഥനാണ്. അതായത് 2 പുരുഷന്മാർ തമ്മിൽ അടി കൂടുന്നു, അതിലൊരാളുടെ ഭാര്യ കയറി അവരെ തടുക്കുകയോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ അവരെ
വേർപിരിക്കുകയോ ചെയ്യാനോ എന്തെങ്കിലും ശ്രമിച്ചെങ്കിൽ അത് ആ സമയത്ത് ഈ സ്ത്രീ അടികൊണ്ട് അവരുടെ ഗർഭം അലസുകയാണെങ്കിൽ ആ സ്ത്രീക്ക് ഭർത്താവ് ചുമത്തുന്ന പിഴ, ആ സ്ത്രീയുടെ ഈ നടന്ന സംഭവത്തിന് ഭർത്താവ് ചുമത്തുന്ന പിഴ ഈ അടിച്ചയാൾ നൽകണം. മറ്റ് ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ജീവന് പകരം ജീവൻ, അതാണ് ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. ഇതാണ് ആ ശിക്ഷ. ഒരു യജമാനൻ തൻ്റെ ദാസൻ്റെ കണ്ണ് അടിച്ചു പൊട്ടിച്ചാൽ കുരുടനായ ദാസനെ സ്വതന്ത്രനായി വിട്ടേക്കണം. പല്ലടിച്ചു പൊടിച്ചാലും ദാസനെ അല്ലെങ്കിൽ ദാസിയെ സ്വതന്ത്രമായി പോകാൻ അനുവദിക്കണം. അല്ലാതെ വേറെ ശിക്ഷയൊന്നും ഇവിടെ ഇല്ല. ഒരു കാള ഒരു സ്ത്രീയെയോ പുരുഷനെയോ കുത്തിക്കൊന്നാൽ ആ കാളയെ കല്ലെറിഞ്ഞു കൊല്ലണം. അതിൻ്റെ മാംസം തിന്നരുത്. കാളയുടെ ഉടമസ്ഥൻ കുറ്റമില്ലാത്തവനാണ്. ആ കാള മുമ്പേ തന്നെ കുത്തുന്നതായും അത് ഉടമസ്ഥൻ അറിഞ്ഞിട്ടും അതിനെ സൂക്ഷിക്കാതെയും ഇരുന്നാൽ കുത്തേറ്റ കാൾ മരിക്കുകയാണെങ്കിൽ കാളയെയും ഉടമസ്ഥനെയും കൊല്ലണം. ഇനി കുട്ടികളെയാണ് കാള കൊല്ലുന്നതെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യണം. ഒരു ദാസനെയോ ദാസിയെയോ കുത്തിക്കൊന്നാൽ ആ കാളയെ കൊല്ലുകയും ദാസൻ്റെ യജമാനന് 30 ശേക്കൽ വെള്ളിക്കാശ് കൊടുക്കുകയും വേണം. കാളയെ കൊന്നുകളയും വേണം. ഒരുത്തൻ കുഴി കുഴിച്ചിട്ട് മൂടാതെ പോവുകയും അതിൽ കന്നുകാലി വീണ് ചാകുകയും ചെയ്താൽ ഉടമസ്ഥന് നഷ്ടപരിഹാരം നൽകണം. ചത്തുപോയ മൃഗം കുഴി കുഴിച്ചവന് വിട്ടുകൊടുക്കുകയും വേണം. ഒരു കാള കുത്തിയിട്ട് മറ്റൊരു കാള ചത്തുപോയാൽ ചത്തുപോയ കാളയുടെ ഉടമസ്ഥന് അതിൻ്റെ വില നൽകണം. ചത്ത കാളയെയും വിട്ടുകൊടുക്കണം. എന്നാൽ ഈ കാള മുമ്പും പലരെയും കുത്തി പരിക്കേൽപ്പിച്ചിട്ടുള്ളതാകിയാൽ കാളയ ഉടമസ്ഥൻ ചത്ത കാളയ്ക്ക് പകരം മറ്റൊരു കാളയെ കൊടുക്കണം. ഇങ്ങനെ പോകുന്നതിൻ്റെ കാര്യം. ഇങ്ങനെ അടുത്തത് വസ്തുവകളെക്കുറിച്ചുള്ള, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി, അതാണ് ഇപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വളരെ രസകരമായി നമുക്കിത് ഈ നിയമങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനെ വായിച്ചു പോയാൽ വളരെ രസകരമാണ്. അപ്പോൾ എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.